അങ്ങനെ നവ്യയുടെ മനസ്സ് നിറയെ പകയായിരുന്നു. ആദർശിനോടും നയനയോടുമുള്ള പക. തന്റെ ഭർത്താവ് അഭിയെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുന്നു, അവനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതൊരു തോന്നലായിരുന്നു അവൾക്ക്. ആദർശാണ് എല്ലാം നശിപ്പിക്കുന്നത് എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ആദർശിന്റെ തകർച്ച കാണാൻ അവൾ കൊതിച്ചിരുന്നു. നവ്യയുടെ ഭാവം തന്നെ മാറിയിരുന്നു. പഴയ നവ്യയല്ല ഇപ്പോ. താൻ ആരെയും വകവെക്കില്ലെന്നും തന്റെ ഭർത്താവിനെ തൊട്ട ആരെയും വെറുതെ വിടില്ലെന്നും അവൾ മനസ്സിൽ ഉറപ്പിച്ചു. എന്നാൽ താൻ സ്നേഹിക്കുന്ന ഭർത്താവ് അഭിയും തന്റെ അമ്മായിയമ്മ ജലജയും ചേർന്ന് തനിക്കെതിരെ തന്നെ വലിയൊരു ചതിക്കുഴി ഒരുക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും പാവം നവ്യ അറിഞ്ഞിരുന്നില്ല. അഭിയുടെയും ജലജയുടെയും മുറിയിൽ ഗൂഢമായ ഒരു സംഭാഷണം നടക്കുകയായിരുന്നു. ആദർശ് ബിസിനസ് ആവശ്യങ്ങൾക്കായി ദുബായിലേക്ക് പോയിരിക്കുകയാണ്. അത് അവർക്കൊരു ആശ്വാസമായിരുന്നു, ഒപ്പം ഒരു നല്ല അവസരവും. അഭി പറഞ്ഞു, അമ്മേ, ആദർശ് ദുബായിലെത്തിയിട്ടുണ്ടാവും. അവനെ കാത്തിരിക്കുന്നത് അവിടെ വലിയ പണികൾ തന്നെയാണ്. അവൻ ഇനി തിരിച്ചു വരുമോ എന്ന് പോലും കണ്ടറിയണം. അഭി ക്രൂരമായ ചിരിയോടുകൂടെ പറഞ്ഞു. ജലജക്കും അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷായി. എടാ, അവനെ അവിടെ ആരെങ്കിലും തട്ടിക്കളയുമോ? അവനെ ഇനി എന്നേക്കുമായി അങ്ങ് ഒഴിവാക്കാൻ പറ്റിയ പിന്നെ നമ്മുടെ വഴി അങ്ങ് ക്ലിയർ ആയല്ലോ. അതൊന്നും അറിയില്ല അമ്മേ, പക്ഷേ അവനൊരു പണി കിട്ടും, അത് ഉറപ്പാണ്. നമ്മുടെ ശത്രു അവിടെ തകർന്ന് തരിപ്പണമാകുന്നത് കാണാൻ എന്ത് രസമായിരിക്കും. അഭി പറഞ്ഞുകൊണ്ട് ചിരിച്ചു. എന്നാൽ ആ സന്തോഷത്തിനിടയിലും അവരുടെ മുഖത്ത് ഒരു നിഴൽ വീണു. സാമ്പത്തിക പ്രതിസന്ധി. അഭിയുടെ ജോലി പോയിരിക്കുകയാണ്. കയ്യിലാണെങ്കിൽ പണമില്ല. ആഡംബര ജീവിതം നയിക്കാൻ പണം അത്യാവശ്യമാണ്. എടാ, ആദർശിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മുടെ കാര്യം ഇനി എന്തു ചെയ്യും? നിനക്കൊരു ജോലിയില്ല, നിന്റെ കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. നമ്മൾ ഇനി എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കും? എന്റെ ആവശ്യങ്ങൾക്ക്, നിന്റെ ചെലവുകൾക്ക് എല്ലാത്തിനും പണം വേണ്ടേ? പണം എവിടെ നിന്ന് വരും? ജലജ ആശങ്കയോടെ തന്നെ അഭിയോട് ചോദിച്ചു. അന്നേരം അഭി ഒന്ന് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, അമ്മേ, ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് റിസ്ക് പിടിച്ചതാണ്. എന്നാലും ചെയ്തേ പറ്റൂ. എന്ത് വഴി? എന്ത് വഴിയാണ് നീ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാണ് ജലജ. അമ്മേ, നമ്മുടെ നവ്യയില്ലേ, അവളുടെ ലോക്കറിൽ നിറയെ സ്വർണമുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും കൊടുത്തതും കല്യാണത്തിന് കിട്ടിയതും ഒക്കെ ആയിട്ട്. അതെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അത്യാവശ്യങ്ങൾ അങ്ങ് നടക്കും. അത് കേട്ടതോടുകൂടെ തന്നെ ജലജ ശരിക്കും അങ്ങ് ഞെട്ടി. എടാ, അതെങ്ങാനും നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നാവില്ലേ? അവൾ അതിനൊക്കെ സമ്മതിക്കുവോ? അവൾ എന്ത് സമ്മതിക്കാൻ? അവളറിയാതെ നമ്മൾ അതങ്ങ് എടുക്കുന്നു. പകരം അതേ ഡിസൈനിലുള്ള മുക്കുപണ്ടം അവിടെ അങ്ങ് വാങ്ങി വെച്ചാ പോരെ? അവൾ ഇടക്കൊന്നും തന്നെ അതെടുത്തു നോക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആരും നമ്മളെയൊന്നും സംശയിക്കില്ല. സ്വർണത്തിന് ഇപ്പൊ നല്ല വിലയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ തീരും. ആ ഒരു കാര്യം അങ്ങ് ചെയ്തു വെച്ചാൽ മതിയെന്ന് അഭി പറയാണ്. ജലജക്കും ആ ഐഡിയ ഇഷ്ടപ്പെട്ടു. കൊള്ളാം മോനെ, നീ ബുദ്ധിമാൻ തന്നെ. നവ്യ എന്ന വിഡ്ഢി നമ്മൾ പറയുന്നത് കേട്ട് ആദിഷിനെയും നയനെയും തെറി വിളിച്ച് നടന്നോളും. അവസാനം അവൾക്ക് തന്നെ പണി കൊടുക്കാൻ പറ്റുന്നത് നല്ല കാര്യമില്ലേ? അവളാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊന്നും തന്നെ അറിയുന്നത് പോലുമില്ല. അങ്ങനെ സ്വന്തം ഭാര്യയെ പോലും വഞ്ചിക്കാൻ മടിയില്ലാത്ത അഭിയുടെ തനിനിറം അവിടെ വ്യക്തമായി. അമ്മയും മോനും നവ്യെ വെറും ഒരു ഉപകരണമായി മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഇതേ സമയം നവ്യ തന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. അവിടെ അച്ഛൻ ഗോവിന്ദനും അമ്മ കനകദുർഗയും ഉണ്ടായിരുന്നു. നവ്യയുടെ വേഷവിധാനങ്ങൾ കണ്ട് അവർ അമ്പരന്നു. അനന്തപുരിയിലെ മരുമകൾ എന്ന പദവിക്ക് ചേരാത്ത വിധം അമിതമായ മോഡേൺ വേഷത്തിലായിരുന്നു നവ്യ അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. നവ്യയുടെ കോലം കണ്ടുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഒന്ന് ഞെട്ടി. ഇതെന്താ മോളെ ഈ കോലം? നീ ആ വലിയ തറവാട്ടിലെ മരുമകളല്ലേ? അവിടെ നിന്നെ ഇങ്ങനെയൊക്കെ നടക്കാൻ അവര് സമ്മതിക്കുമോ? കനകദുർഗ ചോദിച്ചു. നവ്യ അന്നേരം പുച്ഛത്തോടെ നിന്ന് ചിരിച്ചു. എനിക്കിഷ്ടമുള്ള വേഷം ഞാൻ കെട്ടും. അത് അനന്തപുരിയിലെ രാജാവ് അനന്തമൂർത്തിയുടെ കാല് പിടിച്ച് ജീവിക്കാനൊന്നും എനിക്ക് സൗകര്യമില്ല. എനിക്ക് പണം വേണം. അതിന് ഞാൻ പഴയ മോഡലിംഗ് ജോലി തന്നെ വീണ്ടും തുടങ്ങാൻ പോവാണ്. എന്റെ ഭർത്താവിനിപ്പോൾ ജോലിയില്ല, ഞങ്ങൾക്ക് വരുമാനമില്ല, ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ആ വീട്ടുകാരെല്ലാവരും ചേർന്ന് ഞങ്ങളെയൊക്കെ പട്ടിണിക്കിടാനാണ് നോക്കുന്നത്. അതുകൊണ്ട് എന്റെ കാര്യം ഏതായാലും എനിക്ക് നോക്കിയേ പറ്റൂ. ഞാൻ എന്റെ കാര്യം നോക്കും. അന്നേരം നവ്യയുടെ സംസാരം കേട്ടിട്ട് കനകദുർഗക്കും ഗോവിന്ദനും ഇഷ്ടപ്പെട്ടില്ല. ഗോവിന്ദൻ ഇടപെട്ടു. മോളെ, നീ വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ആദർശും നയനയും നിന്നെ സഹായിക്കാനല്ലേ നോക്കുന്നത്. നീ എന്തിനാ അവരോട് ഇത്രമാത്രം പകവെക്കുന്നത്? അന്നേരം നവ്യക്ക് ദേഷ്യം വന്നു. അച്ഛൻ മിണ്ടരുത്. നവ്യ ഒച്ചയെടുത്തു. ആദർശാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാന്യനെന്ന് നിങ്ങൾ വിചാരിച്ചോ? അവൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു. അനഘ, അവളുടെ കൊച്ചിനെയാണ് ഇപ്പോൾ ആ വീട്ടിലെ രാജകുമാരിയെ പോലെ എല്ലാവരും വളർത്തുന്നത്. സ്വന്തം അവിഹിത സന്തതിയെ വീട്ടിൽ കയറ്റിയ ആദർശിനെ നിങ്ങളെല്ലാവരും ന്യായീകരിക്കുകയാണ്. എന്റെ ഭർത്താവിനെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുന്നു. ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല. നവ്യയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ഗോവിന്ദന് ദേഷ്യം വന്നു. ഗോവിന്ദൻ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, നവ്യെ, നീ സത്യമറിയാതെയാണ് ഈ സംസാരിക്കുന്നത്. ആദർശ് ഒരിക്കലും തെറ്റുകാരനല്ല. അത് കാലം തെളിയിക്കും. നിന്റെ ഭർത്താവ് അഭിയാണ് ഇതിനെല്ലാം കാരണം എന്ന് നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് നീ കരഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. എന്നാൽ ഗോവിന്ദന്റെ വാക്കൊന്നും തന്നെ നവ്യ കേൾക്കാൻ കൂട്ടാക്കിയില്ല.
മാതാപിതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും ഇറങ്ങി. തന്റെ ഭർത്താവാണ് ശരി, ബാക്കി എല്ലാവരും തെറ്റുകാർ എന്ന അഹങ്കാരവും അവളുടെ കണ്ണുകളെ മൂടിയിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ നവ്യയുടെ ഫോണ് ബെല്ലടിച്ചു. പരിചയമില്ലാത്ത നമ്പറായിരുന്നു അത്. ഹലോ, നവ്യയല്ലേ ഇത്? അബിയുടെ ഭാര്യയല്ലേ? മറുതലക്കിൽ ഒരു ഗൗരവമുള്ള ശബ്ദം. നവ്യ പറഞ്ഞു. അതെ, ആരാ നിങ്ങള്? അതെ, ഞാൻ ഡോക്ടർ വർമ്മയാണ്. ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. അനഘ എന്ന രോഗി നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അനഘ എന്ന പേര് കേട്ടതോടുകൂടി തന്നെ നവ്യയുടെ മുഖമങ്ങ് കറുത്തു. ആദർശിന്റെ കാമുകി എന്ന് അവർ കരുതുന്ന ആദർശിന്റെ കുഞ്ഞിന്റെ അമ്മയായ അനഘ. നവ്യക്ക് ദേഷ്യം വന്നു. എനിക്ക് ആ പെണ്ണിനെ കാണേണ്ട ഒരു കാര്യവുമില്ല. അവളും അവളുടെ കൊച്ചും കാരണം എന്റെ സമാധാനം അങ്ങ് പോയിരിക്കുകയാണ്. അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ അത് അവളുടെ കാമുകൻ ആദർശിനോട് പോയി പറയട്ടെ. എന്നോടൊന്നും പറയും വേണ്ട, എനിക്കൊന്നും കേൾക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ ദേഷ്യപ്പെട്ടു. ഡോക്ടർ ശാന്തനായി പറഞ്ഞു. നവ്യെ, ദയവായി അങ്ങനെയൊന്നും പറയരുത്. അനഘയുടെ നില വളരെ ഗുരുതരമാണ്. അവൾ മരണത്തോട് മല്ലടിച്ചു കിടക്കുകയാണ്. ഇനി ഒരു പക്ഷേ അധിക സമയം അവൾക്ക് ആയുസ്സുണ്ടായെന്ന് വരില്ല. അവളുടെ അവസാനത്തെ ആഗ്രഹമാണ് നിങ്ങൾ ഇന്ന് കാണുക എന്നത്. ഒരു മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും നിങ്ങൾ ഇങ്ങോട്ടേക്കൊന്ന് വരാമോ എന്ന് ഡോക്ടർ ദയനീയമായി തന്നെ ചോദിച്ചു. അവസാന ആഗ്രഹം എന്ന വാക്ക് നവ്യയെ പിടിച്ചുലച്ചു. എത്ര വെറുപ്പുണ്ടെങ്കിലും മരണാസന്നമായ ഒരു പെൺകുട്ടിയെ കാണാതിരിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി. മാത്രവുമല്ല, ആദർശിനെതിരെ എന്തെങ്കിലും ഒരു തെളിവ് അവൾ തന്നാലോ എന്നാലോചിച്ചപ്പോൾ നവ്യ പോവാൻ തന്നെ തീരുമാനിച്ചു. ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ അനഘ അവശയായി കിടക്കുകയായിരുന്നു. ജീവന്റെ തുടിപ്പുകൾ ഓരോന്നോരോന്നായി അവളിൽ നിന്നും അകന്നു പോകുന്നത് പോലെ. നവ്യ അവിടേക്ക് കടന്നു ചെന്നു. അനഘയുടെ കോലം കണ്ട് നവ്യയുടെ ഉള്ളിലെ ദേഷ്യം അല്പമൊന്ന് കുറഞ്ഞിരുന്നു. എടി, നീ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? നവ്യ ഗൗരവത്തിൽ ചോദിച്ചു. അനഘ കഷ്ടപ്പെട്ട് കണ്ണുകൾ തുറന്നു. അവളുടെ കണ്ണുകളിൽ നനവുണ്ടായിരുന്നു. നവ്യ, എനിക്ക് നിന്നോട് മാപ്പ് പറയണം. അനഘയുടെ ശബ്ദമിടറി. മാപ്പോ? എന്തിന്? നീ ആദർശിന്റെ കൂടെ ജീവിച്ച് കുഞ്ഞിനെ ഉണ്ടാക്കിയതിനാണോ? അതോ ആ കുഞ്ഞിനെ ഞങ്ങളുടെ തലയിലങ്ങ് കെട്ടിവെച്ചതിനാണോ? നവ്യ പുച്ഛിച്ചു. നിന്റെ ആദർശ് ഇപ്പൊ ദുബായിലേക്ക് പോയിട്ടുണ്ട്. അവൻ അവിടെ സന്തോഷമായി കറങ്ങി നടക്കുകയാണ്. നീ ആണെങ്കിൽ ഇവിടെ കിടന്ന് നിരകിക്കുന്നു. അവനെ നീ ശപിക്കണമെന്നൊക്കെ പറയാണ് നവ്യ. അന്നേരം അനഘ ഒന്ന് തലയനക്കി. അല്ല നവ്യ, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആദർശേട്ടൻ ഒരു ദൈവമാണ്. എന്നെ ചതിച്ചത് ഒരിക്കലും ആദർശേട്ടനല്ല. എന്നാൽ അനഘയുടെ വാക്ക് കേട്ടതോടുകൂടി തന്നെ നവ്യ ഒന്ന് ഞെട്ടി. ആദർശേട്ടനല്ലേ? പിന്നെ ആരാ? നീ എന്തിനാ അവനെ എങ്ങനെ ന്യായീകരിക്കുന്നത്? അനഘയുടെ വാക്കുകൾ പിന്നെ ഒരു ഇടിമുഴക്കം പോലെയാണ് നവ്യയുടെ കാതുകളിൽ വന്ന് വീണത്. നവ്യ, എന്നെ ചതിച്ചത് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ. അത് നിന്റെ ഭർത്താവ് അഭിയാണ്. അനഘയുടെ ആ ഒരു വെളിപ്പെടുത്തൽ കേട്ട് നവ്യക്ക് ശ്വാസം നിൽക്കുന്നത് പോലെ തോന്നി. എന്ത്? നീ എന്തായി പറയുന്നത്? എന്റെ അഭി? അതെ നവ്യ, വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. പക്ഷേ ശരിക്കും അതാണ് സത്യം. അഭി എന്നെ സ്നേഹം നടിച്ച് വഞ്ചിക്കുകയായിരുന്നു. ഞാൻ ഗർഭിണിയായപ്പോൾ അവൻ എന്നെ ഒഴിവാക്കി. ആ കുഞ്ഞിനെ കൊന്നുകളയാൻ നോക്കി. ഗതികെട്ടാണ് ഞാൻ ആ കുഞ്ഞിനെ ആദർശേട്ടനെ ഏൽപ്പിച്ചത്. ആദർശേട്ടനും നയനയും ചേർന്നാണ് ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുന്നത്. അബിയുടെ അഭിമാനം രക്ഷിക്കാനും നിന്റെ ജീവന്റെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഈ പഴികളെല്ലാം തന്നെ കേട്ടു നിൽക്കുന്നതും ഈ സത്യമെല്ലാം തന്നെ എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുന്നതും എന്നൊക്കെ നവ്യയോട് തുറന്നടിച്ച് പറയാണ് അനഘ. സത്യം മനസ്സിലാക്കിയതിനു ശേഷം നവ്യ ആകെ തകർന്നു പോയി. നീ കള്ളം പറയാണ്. അബി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. എന്റെ അബി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിച്ചു. അനഘ പറയുന്നുണ്ട്. നവ്യെ, ഞാൻ എന്തിന് കള്ളം പറയണം? മരണത്തിന്റെ വക്കിൽ കിടക്കുന്ന ഞാൻ എന്തിന് കള്ളം പറയണം നിന്നോട്? നിനക്ക് വിശ്വാസമില്ലെങ്കിൽ DNA ടെസ്റ്റ് നടത്തി നോക്ക്. നവ്യ, നീ ശപിക്കേണ്ടത് ആദർശിനെയല്ല, നിന്റെ ഭർത്താവ് അഭയെ തന്നെയാണ്. അവൻ നിന്നെയും ചതിക്കാണ്. നിന്നെ സ്നേഹിക്കുന്നു എന്ന് അഭിനയിച്ച് അവൻ നിന്നെ ഉപയോഗിക്കുകയാണ് മോളെ. നീ സൂക്ഷിക്കണം. അവനെ നീ ശരിക്കും സൂക്ഷിക്കണം. അനഘയുടെ വാക്കുകൾ നവ്യയുടെ ഹൃദയത്തിൽ തറച്ചു. ഇത്രയും നാൾ താൻ വിശ്വസിച്ചിരിക്കുന്ന ലോകം തകർന്നു വീഴുന്നത് പോലെ അവൾക്ക് തോന്നി. അഭി, തന്റെ പ്രിയപ്പെട്ട അഭി, അവൻ ഇങ്ങനൊരു വഞ്ചകനാണോ? ആദർശിനെ താൻ ഇത്ര കാലം വെറുതെ തെറ്റിദ്ധരിക്കുകയായിരുന്നോ? കണ്ണീരോടെ എന്നാൽ തിളക്കുന്ന രോഷത്തോടെ നവ്യ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി. സത്യം അറിയണമായിരുന്നു. അനഘ പറഞ്ഞത് സത്യമാണെങ്കിൽ അഭിയെ താൻ വെറുതെ വിടില്ല എന്ന് തന്നെ നവ്യ മനസ്സിൽ ഉറപ്പിച്ചു. മനസ്സിൽ നിറയെ സംശയങ്ങളും വേദനയുമായി നവ്യ തിരിച്ച് വീട്ടിലേക്കെത്തി. വീട് ശാന്തമായിരുന്നു. അവൾ ശബ്ദമുണ്ടാക്കാതെ തന്റെ മുറിയിലേക്ക് നടന്നു. മുറിയുടെ വാതിൽ ചാരിയതേ ഉണ്ടായിരുന്നുള്ളൂ. അകത്തു നിന്നുള്ള സംസാരമെല്ലാം തന്നെ അവൾ ഒളിഞ്ഞു നിന്ന് കേട്ടു. അഭിയും ജലജയുമാണ് സംസാരിക്കുന്നത്. അഭി പറയുന്നുണ്ട്. അമ്മേ, വേഗം എടുക്ക്. നവ്യ വരുന്നതിന് മുൻപ് തന്നെ ഇത് ഇവിടെ നിന്നും മാറ്റണം. അഭിയുടെ ശബ്ദമായിരുന്നു അത്. നവ്യ വാതിലിന്റെ വിടവിലൂടെ തന്നെ നോക്കി. കണ്ട കാഴ്ച ശരിക്കും അവളെ ഞെട്ടിച്ചു. അഭി അവളുടെ അലമാര തുറന്ന് ലോക്കറിലിരുന്ന അവളുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ ഓരോന്നോരോന്നായി പുറത്തെടുക്കുന്നു. ജലജ അടുത്തു നിന്ന് അതെല്ലാം തന്നെ വാങ്ങുന്നു. പകരം കാണാൻ അതുപോലെ ഇരിക്കുന്ന മുക്കുപണ്ടങ്ങളെല്ലാം തന്നെ ലോക്കറിലേക്ക് തിരികെ വെക്കുന്നു.
ജലജ പറയുന്നുണ്ട്, ഇത് ശരിക്കും ഒറിജിനലിനെ വെല്ലും, അവൾ ഒരിക്കലും ഇത് തിരിച്ചറിയാനൊന്നും പോവുന്നില്ല എന്ന് ജലജ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അഭി പറയുന്നുണ്ട്, അമ്മേ അവളൊരു പൊട്ടിയാണമ്മേ, നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ അതങ്ങ് വിശ്വസിച്ചോളും. ആദർശിനോടുള്ള പക കാരണം അവൾക്ക് ഇപ്പൊ കണ്ണ് കാണാൻ പോലുമില്ല. കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ അവളെ കൊണ്ട് അവളുടെ സ്വത്തുക്കൾ കൂടി എഴുതി വാങ്ങിച്ചിട്ട് അവളെ ഡിവേഴ്സ് ചെയ്ത് അവളെ എവിടെ നിന്നും ഒഴിവാക്കണം, അവൾ എവിടെ നിന്നും പടിയിറക്കണം, എന്നിട്ട് എനിക്ക് വേറെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയാൻ അഭി. അബിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് നവ്യയുടെ ഉള്ളിലെ സങ്കടം ആളിക്കത്തുന്ന ദേഷ്യമായി മാറി. സ്വന്തം ഭർത്താവ്, താൻ ദൈവത്തെ പോലെ കണ്ടവൻ, തന്നെ ഇത്ര നീചമായി വഞ്ചിക്കുകയായിരുന്നോ? തന്റെ സ്വർണം മോഷ്ടിക്കുന്നു, തന്നെ ഒഴിവാക്കാൻ പ്ലാൻ ചെയ്യുന്നതും പോരാത്തതിന് അനഘ എന്ന പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചതും ഇവൻ തന്നെ എന്ന സത്യമെല്ലാം തന്നെ നവ്യക്ക് മനസ്സിലായി. ഇനിയും ഇതൊന്നും സഹിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. ദേഷ്യം വന്നുകൊണ്ട് തന്നെ നവ്യ അങ്ങോട്ടേക്ക് ചാടിക്കയറി. എടാ നിർത്തടാ അവിടെ. നവ്യയുടെ ശബ്ദം ആ മുറിയിൽ അങ്ങ് മുഴങ്ങി. അഭിയും ജലജയും പെട്ടെന്ന് ഞെട്ടിവിറച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ കണ്ണുകൾ തീപ്പൊരി പോലെയായി നിൽക്കുന്നത് നവ്യായിരുന്നു. നവ്യ, നീ എപ്പോ വന്നു? അഭി വിക്കിക്കൊണ്ട് തന്നെ കയ്യിലിരുന്ന സ്വർണം അവൻ പുറകിലേക്ക് മറക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. നവ്യ മെല്ലെ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ഞാൻ വന്നത് കൃത്യസമയത്ത് തന്നെയാണ് അഭി. എന്റെ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് നീയും നിന്റെ അമ്മയും കൂടി പദ്ധതി ഇടുമ്പോൾ തന്നെ വന്നത് നന്നായി. അന്നേരം ജലജ ന്യായീകരിക്കാൻ ശ്രമിച്ചു. മോളെ, ഞങ്ങളത് പണയം വെക്കാൻ വേണ്ടി, നിനക്ക് വേണ്ടി തന്നെയല്ലേ ഞങ്ങളിത് ചെയ്യുന്നത്. നവ്യ അലറി. നിർത്ത്, ഇനി നിങ്ങൾ എന്നോട് കള്ളം പറയണ്ട. നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കേട്ടു. നിങ്ങൾ എനിക്ക് പകരം വെക്കാൻ കൊണ്ടുവന്ന ആ മുക്കുബണ്ടങ്ങളെല്ലാം തന്നെ ഞാൻ കണ്ടു. അവൾ അബിയുടെ നേരെ തിരിഞ്ഞു. എടാ അബി, അപ്പോ നീ എന്നെ സ്നേഹിക്കുകയായിരുന്നല്ലോ അല്ലേ? നിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെറും ഒരു കറവ പശു മാത്രമായിരുന്നല്ലേടാ ഞാൻ. എടാ ദുഷ്ട, നിന്നെ ഞാൻ വിശ്വസിച്ചു. സ്വന്തം വീട്ടുകാരെ പോലും തള്ളിപ്പറഞ്ഞ് ഞാൻ നിന്റെ കൂടെ നിന്നു. എന്നിട്ട് നീ എനിക്ക് തന്നത് ഇതാണോ? സത്യമെല്ലാം തന്നെ നവ്യ മനസ്സിലാക്കിയെന്നറിയുന്നതോടുകൂടി തന്നെ അബിക്ക് മറുപടിയൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവന്റെ മുഖം വിളറി വെളുത്തു. പിന്നെ നവ്യ തുടർന്നു. നീ വിചാരിച്ചു അനഘയുടെ കാര്യം ഒരിക്കലും ഞാൻ അറിയില്ലെന്ന്. ഇന്ന് ഞാൻ അവളെ കണ്ടിരുന്നു. അവൾ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്ന സത്യം ഞാൻ അറിഞ്ഞോടാ. നവ്യ ആ ഒരു സത്യം തുറന്നു പറയുന്ന സമയത്തന്നെ ജലജ പോലും ഞെട്ടി. അബിയുടെയും ജലജയുടെയും കണ്ണുകൾ തള്ളിപ്പോയി. ആ രഹസ്യം നവ്യ അറിഞ്ഞെന്ന് അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അത് അവൾ കള്ളം പറയാണ് നവ്യ, നീ അത് വിശ്വസിക്കരുത് എന്ന് അബി ദയനീയമായി പറഞ്ഞു. അന്നേരം നവ്യക്ക് ദേഷ്യം വരികയാണ്. നീ മിണ്ടി പോവരുത്. നവ്യ അവന്റെ കർണത്തങ്ങ് ആഞ്ഞടിച്ചു. എടാ ദുഷ്ട, ഒരമ്മയാവാൻ പോകുന്ന പെൺകുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ച് സ്വന്തം കുഞ്ഞിനെ കൊലക്ക് കൊടുത്ത നിന്നെ പോലെ ഒരു മൃഗമാണല്ലോ എന്റെ ഭർത്താവ് എന്നോർക്കുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുന്നു. ആദർശേട്ടൻ നിന്റെ പാപഭാരം ചുമക്കുകയായിരുന്നു. എന്നിട്ടും നീ ആ മനുഷ്യനെ എത്രമാത്രം കുറ്റപ്പെടുത്തി. നിനക്കൊരിക്കലും മാപ്പില്ലടാ അബി. ജലജ നവ്യയുടെ കയ്യിൽ പിടിച്ചു. മോളെ ക്ഷമിക്ക്, ഞങ്ങൾക്കൊരു തെറ്റുപറ്റിയതാണ്. നീ ഇതെന്നെ ആരോടും പറയരുത്. നവ്യ ആ കയ്യങ്ങ് തട്ടിമാറ്റി. മാറങ്ങോട്ടേക്ക്. ഇത്ര കാലം നിങ്ങളും എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ? ഇനിയും ഈ വീട്ടിൽ എനിക്ക് നിൽക്കണ്ട. പക്ഷേ പോകുന്നതിന് മുൻപേ തന്നെ നിങ്ങളെ ഞാൻ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരും. എന്റെ സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ചതിനും എന്നെ വഞ്ചിച്ചതിനും. നവ്യ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് നേരെ പോലീസിനെ വിളിക്കാൻ നോക്കി. അഭി ഭയന്ന് വിറച്ചുകൊണ്ട് തന്നെ നവ്യയുടെ കാലിൽ അങ്ങ് വീണു. നവ്യ, വേണ്ട, എന്നെ ഇനിയും നീ ജയിലിലാക്കരുത്. ഞാൻ നിനക്കെല്ലാം തന്നെ തിരിച്ചു തരാം. നവ്യ അവനെ പുച്ഛത്തോടെ നോക്കി. നിനക്കിനി ജയിലിൽ കിടക്കാൻ തന്നെയാടാ യോഗം. നീ ചെയ്ത തെറ്റുകൾക്കൊക്കെ നിനക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ. അന്ന് നന്ദു പറഞ്ഞതൊന്നും തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇത്രയും വലിയ കൊടും ക്രൂരനായ നീ ഇനി ഒരിക്കലും പുറം ലോകം കാണരുത് എന്നൊക്കെ പറഞ്ഞ് നവ്യ ദേഷ്യപ്പെട്ടു. നവ്യയുടെ ആ ഒരു പുതിയ രൂപം കണ്ടുകൊണ്ട് തന്നെ അഭിയും ജലജയും ശരിക്കും അങ്ങ് തളർന്നിരുന്നു. അഹങ്കാരിയായ മണ്ടിയായ നവ്യ അല്ല അത്. ചതി തിരിച്ചറിഞ്ഞ പ്രതികരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവൾ. സത്യമെല്ലാം മനസ്സിലാക്കിയതോടുകൂടെ തന്നെ നുണകളുടെ കോട്ടകളെല്ലാം തന്നെ തകരുകയും പിന്നീട് അനന്തപുരി തറവാട്ടിൽ വരാൻ പോകുന്നത് നല്ല സംഭവ ബഹുലമായ മുഹൂർത്തങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.